السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت. قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. صدق الله العظيم. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീ ഹാജ, തർക്കിക്കുന്നവനെ, ഇബ്രാഹീമിനോട്, ഫി റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ, അൻ ആത്താഹുല്ലാഹ്, അള്ളാഹു അവന് നൽകിയതിനാൽ, അൽ മുൽക്ക്, രാജാധികാരം. ഇത് ഖാല ഇബ്രാഹിം പറഞ്ഞപ്പോൾ, റബ്ബി, എൻ്റെ നാഥനാണ്, അല്ലദീ യുഹീ, ജീവിപ്പിക്കുന്നവൻ, വയുമീത്, മരിപ്പിക്കുന്നവനും. ഖാല, അവൻ പറഞ്ഞു, അന ഉഹീ, ഞാൻ ജീവിപ്പിക്കുന്നു, വ ഉമീത്, ഞാൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. ഖാല ഇബ്രാഹിം പറഞ്ഞു, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു, യഅതി ബിശ്ശംസ്, സൂര്യനെ കൊണ്ടുവരുന്നു, മിനൽ മശ്രിഖ്, കിഴക്ക് നിന്ന്, ഫഅതി ബിഹാ, എന്നാൽ നീ അതൊന്ന് കൊണ്ടുവരൂ, മിനൽ മഗ്രിബ്, പടിഞ്ഞാറ് നിന്ന്. ഫബുഹിത, അപ്പോൾ ഉത്തരം മുട്ടി, അല്ലദീ കഫറ, നിഷേധിച്ചവൻ, വല്ലാഹു, അല്ലാഹു ആണ്, ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതയെ നേർമാർഗത്തിലാക്കുകയില്ല. സൂറത്തുൽ ബഖറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരായത്ത്, 255 ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിന് ശേഷം ലാ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളുമില്ല, സത്യവും അസത്യവും വേർതിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബലമുള്ള കയർ അള്ളാഹുവിൻ്റെതാണ്. ആ കയറിന് പൊട്ടിപ്പോവുക എന്ന ഒരു പ്രകൃതമേ ഇല്ല. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ് അള്ളാഹു. ഇതിനു ശേഷം അള്ളാഹു വിശ്വസിച്ചവരുടെ രക്ഷകനാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാത് ഇലൻ-നൂർ, അവൻ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. വല്ലദീന കഫറു ഔലിയാഉഹും, അവിടെ വലിയിന്റെ ജംഅ്, അതിന്റെ ബഹുവചനമാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കാഫിറുകൾക്ക് ഒരു വലിയല്ല, ഒരുപാട് വലിയകളാണ്.
ഉള്ളത്. എന്നാൽ ആ രക്ഷാധികാരികൾ എന്താണ്? താവൂത്താണ്, ദൈവേതര ശക്തികളാണ്, ദുശക്തികളാണ്, അതിരുകവിഞ്ഞവരാണ്. അവർ ചെയ്യുന്നത് എന്താണ്? വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെ രക്ഷാധികാരികളാക്കിയവരാണല്ലോ, അതുകൊണ്ട് ഇവരെ നേരെ ആക്കി കളയാം എന്നല്ല അവർ വിചാരിക്കുന്നത്. അവരെ രക്ഷാധികാരികളാക്കിയവരെ ഇരുട്ടുകളിലേക്ക് നയിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ദൈവേതര ശക്തികളെ സ്വയം അതിരു ലംഘിക്കുകയും മറ്റുള്ളവരെ അതിർ ലംഘനത്തിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരെ വലിയുകളായി സ്വീകരിച്ചിട്ടുള്ള നിഷേധികൾ, ആ നിഷേധികൾ അസ്ഹാബുന്നാർ, നരകവാസികളാണ്. അവരതിൽ എല്ലാ കാലവും ഒരു മോചനവും ലഭിക്കാതെ ആ നരകത്തിൽ തന്നെ കിടക്കേണ്ടി വരും. ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് പ്രത്യേകമായ ഒരു രീതിയിൽ. അലം തറ എന്ന് പറഞ്ഞാൽ, ആ എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ്. മനോഹരമായ ഒരു ഭാഷയാണ് അറബി. ചില സൂചനകൾ തന്നെ മതി, വലിയ അർത്ഥം അത് ഉൾക്കൊള്ളും. ആ എന്ന് പറഞ്ഞാൽ തന്നെ ചോദ്യം ചോദിക്കലേ. അല്ലാഹു, അല്ലാഹു അല്ലയോ? അൻതും, നീ അല്ലയോ? ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളും. നമ്മൾ മലയാളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മലയാളത്തിലെ ഒന്നാമത്തെ അക്ഷരം പഠിക്കണമെങ്കിൽ നല്ല കഴിവും പ്രാപ്തിയും നേടിയെടുത്താലേ കഴിയും ഒന്നാമത്തെ അക്ഷരം എഴുതണമെങ്കിൽ. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നവരിപ്പോ റ, ന, ത അങ്ങനെ തുടങ്ങുന്നത്. അല്ലാതെ ആ എന്നൊരു കുട്ടി എഴുതി കഴിഞ്ഞാല് പിന്നെ ഓൻ എന്താ എഴുതി കൂടാത്തത്? അറബിയിൽ അങ്ങനെയല്ല, ഒരു വരച്ചാണ് ആദ്യത്തെ അക്ഷരേ, ഒറ്റ വര. അപ്പോ ഞാൻ വര തന്നെ ബലങ്ങനിട്ട് ഒരു കുത്തും കൊടുത്താൽ അടുത്ത അക്ഷരേ. മോനെ നീ ആ അടിയിലിട്ട കുത്തെടുത്ത് മേലെ ഇടുകയും ഒരു കുത്തുകൂടി ഇടുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്ത അക്ഷരം. ഇതൊക്കെ ഇതിൻ്റെ ലാളിത്യവും എളുപ്പവും ആണെങ്കിലും നമ്മൾ തീരുമാനിക്കാൻ ഞാൻ പഠിക്കാൻ കഴിയില്ലല്ലോ. ഇതിപ്പോ എളുപ്പം അല്ലാത്തതല്ലല്ലോ പ്രശ്നം. ആ എന്ന് പറഞ്ഞാൽ ചോദ്യം, ലം എന്ന് പറഞ്ഞാൽ ഇല്ല, അലം എന്ന് പറഞ്ഞാൽ അല്ലയോ എന്നായി. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ, അലം നശ്റഹ് ലക സദ്റ. ഇങ്ങനെ തുടങ്ങി അലം എന്നത് ധാരാളമായിട്ട് ഖുർആൻ പ്രയോഗിച്ചതാണ്. അലം തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലയോ? കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുന്നതിനെ കുറിച്ച് മാത്രമല്ല, ആനക്കാരെ നിന്റെ നാഥൻ എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നതിന് ഉത്തരമില്ല. കാരണം കാണുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുക എന്നല്ല, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നീ അറിഞ്ഞില്ലയോ എന്നാണ്. അലം തറ, നീ കണ്ടില്ലേ? എന്താണ് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത്? ഇലല്ലദീ ഹാജ, ഹാജ, ഹാജി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹാജി, ഹാജി എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോണവനാണ് ഹാജി. നമ്മുടെ നാട്ടിൽ ഹജ്ജ് ചെയ്ത് വന്നാൽ ഹാജി എന്ന് വിളിക്കുക, ശരിക്കും ഹജ്ജിന് പോണവനാണ് ഹാജി. അതിൻ്റെ സ്ത്രീലിംഗമായിട്ട് ഹാജ എന്ന് പറയാറുണ്ട്. ഹാജ
പിന്നെ നമ്മള് ഹാജത്ത് കേട്ടിട്ടുണ്ട്, നമ്മൾ ആഗ്രഹം എന്നുള്ളത്. ഇതൊന്നുമല്ല ഇവിടെ പറയണേ. ഇവിടെ ഇത് രണ്ടുമല്ല പറയണേ. ഇവിടെ ഹുജ്ജത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ന്യായം. ഹുജ്ജത്ത്, തെളിവ്, ന്യായം ബോധിപ്പിക്കുക, ഹുജ്ജത്ത് പൂർത്തിയാക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കേട്ടിട്ടുണ്ടോ? നമ്മളെ ഹുജ്ജത്ത് പൂർത്തീകരിക്കണം നമ്മൾ. അപ്പൊ ന്യായം എന്ന അർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, ഓ ന്യായം പറയാണ്. അത് കേട്ടു. അതാണ് ഇവിടെ പറയുന്നത്. ഹാജ, ന്യായം പറഞ്ഞു. ന്യായം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് കേട്ട് ഉണ്ടാക്കണതിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, അത് കേട്ട് തർക്കിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞത് ന്യായമാണോ ന്യായമില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷേ ആ പറയുന്നതിനെ നമ്മൾ ന്യായം പറയാണ്. അപ്പൊ എന്താണ്? അലം തറ ഇലല്ലദീ ഹാജ. പാരായണ നിയമം അനുസരിച്ച് ഇവിടെ നന്നായി നീട്ടി ഓതണം. മദ് അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാൽ 6 അനക്കം നീട്ടണമെന്നാണ്. സുക്കൂൻ ഇവിടെ കാണുന്നില്ല, പക്ഷെ സുക്കൂൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജ എന്ന് പറയണമെങ്കിൽ ജ് പ്ലസ് ജ ആണ് ജ ആവുക. അപ്പോൾ ഹാജ നീട്ടി ഓതും. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹ്. അപ്പോൾ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ നീ കണ്ടില്ലേ? ഫീ റബ്ബിഹി, അവന്റെ നാഥന്റെ, രക്ഷിതാവിന്റെ, റബ്ബിന്റെ കാര്യത്തിൽ. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറയാതെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ഈ തർക്കത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് തർക്കിച്ച വ്യക്തി തർക്കത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. വേറെ സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഒരു സ്ഥലത്ത് പറയണ്ടല്ലോ. അതായത് ഇറാഖിലെ ഊർ എന്ന പ്രദേശത്ത് അവിടുത്തെ രാജാവ് നമ്രൂദ്, ഈ നമ്രൂദിന്റെ കൊട്ടാരത്തിലെ കൊട്ടാര പുരോഹിതനായിരുന്നു ആസർ. പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് വിഗ്രഹ നിർമ്മാണവും വിൽപ്പനയൊക്കെയാണ്. പുരോഹിതനാണെങ്കിലും ബിസിനസ്സും കൂടിയുണ്ട്. അങ്ങനെ ഉണ്ടാവാം. പ്രത്യേകിച്ച് കൊട്ടാര പുരോഹിതനാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അതിന് നാട്ടിലെ രാജാവിൻ്റെ ഒത്താശയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ ഒരു ഗുണമേന്മയും കാര്യങ്ങളും നോക്കുന്നതിന് പകരം അത് ഇങ്ങനെ വിറ്റുപോകും. നമ്മളെ നാട്ടിലും ചില സാധനങ്ങളൊക്കെ കാണാം, എന്ത് കുപ്പിയിലാക്കി വിറ്റാലും അതൊക്കെ വിൽപ്പന നടക്കും. അപ്പൊ അതെന്താ കാര്യം ചോദിച്ചാൽ, ഈ ഭരണാധികാരികളുമായിട്ടുള്ള അവരുടെ അടുപ്പമാണ്. അവിഹിതവും അതുപോലെ തന്നെ അവിശുദ്ധവും ഒക്കെ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരിക്കും പുരോഹിതനും ഭരണാധികാരിയും തമ്മിലുള്ള കൂട്ടുകെട്ട്. അപ്പൊ ഈ പുരോഹിതൻ എല്ലാ പിന്തുണയും ഭരണാധികാരി നൽകും. ഭരണാധികാരിക്ക് ആവശ്യമായ, അയാളെ നിലനിർത്തുന്നതിന് ആവശ്യമായ എല്ലാ മതവിധികളും പുരോഹിതനും നൽകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പരിപാടിയായിരിക്കും. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്തുള്ള ആൾക്കാരാരാന്ന് നിങ്ങൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ജീവിക്കുമ്പോൾ ആസറിന്റെ മകനായിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം ഇങ്ങനെ വീട്ടിലൊക്കെ കാണുന്ന ബിസിനസ് ഇതാണ്. അദ്ദേഹത്തിന് ഇതിൽ അന്നേരം തന്നെ ഒരു
വല്ലായിക തോന്നുന്നുണ്ട്. എന്താണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നത്? അങ്ങനെ വാപ്പ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ സ്വന്തം മുതലാണ്. വാപ്പ എന്ന് പറയുമ്പോൾ ആസർ വാപ്പയാണ്, വാപ്പാന്റെ മോനാണിത്. അപ്പൊ ആ മോൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഒരിക്കല് ആ വിഗ്രഹങ്ങളൊക്കെ കോടാലി വെക്കുന്നു. എല്ലാരും ഉത്സവത്തിന് പോയ നേരത്ത് ചെയ്തൊരു പണിയാണ്. മൂപ്പര മുതൽ തന്നെയാണ് ചെയ്തത്. അത് വിറ്റ് കഴിഞ്ഞാൽ ലാഭം കിട്ടുക വാപ്പക്കാണ്, അതിന്റെ അനന്തരം കിട്ടുക മോനാണ്. അപ്പൊ ആളുകൾ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, ഇതെന്താണ് സംഭവിച്ചത്? എന്നാ ഇബ്രാഹിം ചെയ്തതായിരിക്കും, കാരണം ഇടക്കിടക്ക് ഓനാണ് ഇതിനെ കുറിച്ച് പറയല്. പോയി ചോദിച്ചപ്പോ ഇബ്രാഹിം പറഞ്ഞു, നിങ്ങള് അതിനോട് ചോദിച്ചു നോക്കിയാൽ അതിന്റെ തോളിലാണല്ലോ കോടാലി ഉള്ളത്, എന്ത് വർത്താനം പറയണത്, അതൊന്നും മിണ്ടൂലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അല്ല എന്നാലും അതിന് തടുത്തൂടേനോ? അതിനങ്ങനെ ഒന്നും തടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഒന്നും മിണ്ടാത്തതും സ്വന്തം തന്നെ തടുക്കാൻ കഴിയാത്തവനെയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യം? ഇത് അവരുടെ ശ്രദ്ധ സന്മാർഗത്തിലേക്ക് തിരിയാൻ ആവശ്യമായ പ്രേരണയും പ്രചോദനവുമായിരുന്നു. പക്ഷേ അവരുടെ മനസ്സ് നിറച്ചും ഇരുട്ടാണ്. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ചിന്തിക്കാതെ അവര് അവരുടേതായ ന്യായത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യാൻ. ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളുമായിട്ട് അതിനെ നിങ്ങൾ തട്ടിച്ചു നോക്കണം. ഇപ്പം വേണ്ട, ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് രാജാവിന്റെ മുമ്പിൽ എത്തുന്നത്. നാട്ടിലെ എല്ലാ പ്രശ്നവും ഇങ്ങനെ നേർക്ക് നേരെ രാജാവിന്റെ മുമ്പിലൊന്നും എത്തൂല, അതിന് മുമ്പ് തന്നെ കൈകാര്യം ചെയ്യപ്പെടും. പക്ഷെ ഇതങ്ങനെ ഏതോ ഒരാളല്ല, ഇത് ആ രാജകൊട്ടാരത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനവും അധികാരവും, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പ്രിവിലേജ് ഉള്ള ഒരാളാണ്. അങ്ങനെ കൊട്ടാരത്തിലെത്തി ആ നമ്രൂദ് ആണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് സംസാരിക്കുന്നത്. ഇവിടെ പേരില്ല, ഇന്നടുത്തുള്ള ഇന്ന ആള് എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആധാര ഭാഷ അല്ല ഖുർആനിൻ്റെ. ആധാരത്തിൽ അങ്ങനെയല്ല ഉണ്ടാവുക. ഇന്ന ഇടത്ത് ഇന്ന പറമ്പിൽ താമസിക്കുന്ന ഇന്നയാളുടെ മകൻ സ്വസ്ഥം, അല്ലേ? ഫുലാൻ ഇത്ര വയസ്സ്, മകൾ സ്വസ്ഥം. ഒരു സ്വസ്ഥത ഇല്ലായിട്ടായിരിക്കും ആധാരം ഉണ്ടാക്കി. പക്ഷെ ആധാരത്തിൽ കണ്ടമാനം പ്രാവശ്യം സ്വസ്ഥം എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പ്രദേശം, അവിടുത്തെ രാജാവ്, ഇങ്ങനെ എവിടെയെങ്കിലും കാണാൻ പറ്റൂല. കാരണം ഇവിടെ ആളെ പോരിച്ച പറയലല്ല ഇവിടുത്തെ ഉദ്ദേശം. നമ്മളുടെ സംസാരത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിഷയം പറഞ്ഞാൽ തന്നെ തിരിയണ കാര്യത്തിൽ വെറുതെ മനുഷ്യന്മാര് പേര് പറയരുത്. ഒരു സംഗതി പറഞ്ഞാൽ മതിയാവുന്നിടത്ത് വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്, ആളെ പേര് പറഞ്ഞ് കൊണ്ടുവരേണ്ട കാര്യമില്ല. വിഷയം പറഞ്ഞാൽ മതി. ഖുർആനിലെ പലപ്പോഴും വജാഅ അല്ലേ, ഒരാൾ വന്നു. ആര് വന്നു? ആരോ ഒരാൾ, അത്ര മതി. എന്തിനാ ഇപ്പൊ നിങ്ങൾക്ക് ഈ പേര് അറിഞ്ഞിട്ട് കാര്യം? അപ്പോ ഖുർആൻ അതിന്റെ സ്ഥലം വിനിയോഗിക്കുക, വളരെ കൃത്യമായി സംഗതിക്കുക. പക്ഷെ നമുക്കൊരാകാംക്ഷ ഉണ്ടോ അത് ആരാന്ന് അറിയാൻ. ആരടാ ഇബ്രാഹിം നബിനോട് ഇങ്ങനെ പറഞ്ഞു? അപ്പോഴാണ് അവിടെ അതിന്റെ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ മുഫസ്സിറുകൾ നമുക്ക് നൽകുക. ആ നൽകുന്നതാണിത്. നമ്രൂദ് ചോദിച്ചു, അല്ല ഇബ്രാഹിം, ആരാണ് നിന്റെ അള്ളാഹു? ആ ചോദ്യം ഇവിടെ ഇല്ല, ചോദ്യത്തിന് ആവശ്യമില്ല. കാരണം പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അങ്ങനെ തർക്കിച്ചപ്പോൾ എന്ന് പറഞ്ഞപ്പോ എന്താണ് ഇത്? ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം പറഞ്ഞു
എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ചോദിച്ചത് ഇന്നതായിരിക്കും. അപ്പൊ പിന്നെ ആ ചോദ്യം പറയേണ്ടിയില്ല. ഇത് ഖാല ഇബ്രാഹിം പറഞ്ഞപ്പോൾ, റബ്ബി എന്റെ റബ്ബ്, അല്ലദീ യുഹീ വ യുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ നിന്റെ റബ്ബ് ആരാന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇബ്രാഹിം അലൈഹിസ്സലാം നല്ല വൃത്തിയിൽ പറഞ്ഞു, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. പക്ഷെ ഇവനുണ്ടോ വിടുന്നു. അന ഉഹീ വ യുമീത്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്രൂദ് ആരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒന്നും ചെയ്യുന്നില്ല. കാരണം ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കണ്ടേ. ജീവനില്ലാത്ത ഒന്നിന് ജീവൻ കൊടുക്കുന്നു എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാന്റെ ഒരു സിഫത്തായിട്ട് പറഞ്ഞത്. എന്റെ റബ്ബ് യുഹീ, അവൻ ജീവിപ്പിക്കുന്നവനാണ്, വയുമീത്, മരിപ്പിക്കുന്നവനാണ്. ഇത് രണ്ട് പണി നമ്രൂദ് ചെയ്യുന്നില്ല. നമ്രൂദ് ആകെ ചെയ്യുന്നത് കൊല്ലുകയും കൊല്ലാതെ വിടുകയും ചെയ്യുന്നു. ചിലരെ കൊല്ലുന്നു, ചിലരെ കൊല്ലാതെ വിടുന്നു. ആധുനിക കാലത്ത് ഈ നമ്രൂദിന്റെ സ്ഥാനത്ത് ആരാണുള്ളത് എന്നും നിങ്ങൾ ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് ആലോചിക്കും. ഇപ്പൊ തന്നെ ആലോചിച്ചാൽ എന്താ പ്രശ്നം? അതിന്റെ അടുത്തത് ചിലപ്പോ കിട്ടൂല എന്നുള്ളൂ. അപ്പൊ വെറുതെ ആളുകളെ കുറ്റവാളികളായി പ്രഖ്യാപിക്കുക, അവർ നിരപരാധികളാണ്, അവർക്ക് നേരെ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓനെ കൊന്നുകളയാം എന്ന് തീരുമാനിക്കാം. ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. ഈ പണിയാണ് നമ്രൂദ് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഒരുത്തനെ കൊല്ലും, ഒരുത്തൻ കണ്ടോ, ഞാനും ഒന്നിനെ കൊന്നു, ഒന്നിനെ ജീവിപ്പിച്ചു, ഒന്നിനെ മരിപ്പിച്ചു. ഇത്ര ഈസി ആയിട്ടാണ്. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം അതിനൊന്നും മറുപടി അറിയാൻ പോയില്ല. അങ്ങനല്ല, നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഒന്നും ചെയ്യുന്നില്ല, നീ കൊല്ലുകയും കൊല്ലാതിരിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇനി നീ കൊല്ലുകയാണെങ്കിൽ തന്നെ മരിക്കണമെങ്കിൽ അള്ളാന്റെ ഒരു ഇതിന് അതില്ലെങ്കിൽ മരിക്കൂല, വെട്ടുമുറി ആവുള്ളൂ. അപ്പൊ കൊല്ലുക എന്ന് പറയുന്നത് എന്റെ പരിധിയിൽപ്പെട്ടതല്ല, റൂഹിനെ കൊണ്ടുപോകാനുള്ള ശേഷി നിനക്കില്ല. ഇതൊന്നും പറയാൻ പോയില്ല. കാരണം ഇബ്രാഹിം നബിന്റെ ഉദ്ദേശം ഒരു 8-10 ഗണ്ണന മണ്ഡലം നടത്തലല്ല. കുറേ ദിവസം ഒരു ചർച്ചയാവട്ടെ, എന്നിട്ട് എല്ലാവരും കേൾക്കട്ടെ എന്നതല്ല. പിന്നെ തോറ്റുവോ എന്നുള്ളൊരു ബേജാറും ഇബ്രാഹിമിക്കില്ല. ഒരു സംഗതി പറഞ്ഞു, അതിനൊരു മറുന്യായം അപ്പുറത്തൊന്നും പറഞ്ഞു. ഇനിയിപ്പൊ ഞാൻ അതിന് മറുന്യായം പറഞ്ഞില്ലേ തോറ്റുപോവല്ലോ എന്നുള്ള ബേജാറൊന്നുമില്ല. അതിനെ അങ്ങ് വിട്ടുകളഞ്ഞു. ഞാനും ജീവിപ്പിക്കുന്നു, ഞാനും മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ വിട്ടുകളഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അടുത്ത ന്യായം പറഞ്ഞു. അതെന്താണ്? അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ കൊണ്ടുവരുന്നു. മിനൽ മശ്രിഖ്, കിഴക്ക് നിന്ന്, അഥവാ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു. ഫഅതി ബിഹാ, നീ കൊണ്ടുവരൂ. മിനൽ മഗ്രിബ്, പടിഞ്ഞാറുന്ന്. അള്ളാഹു കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു. നീ കഴിയെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. സൂര്യനെ കുറിച്ച് പറയാനൊരു കാരണമുണ്ട്. ഈ നമ്രൂദ് സൂര്യനെ ആരാധിക്കുന്ന ആളാണ്. അപ്പൊ നീ ആരാധിക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യനെ കേൾക്കുന്നു കൊണ്ടുവരുന്നവനാണ് എൻ്റെ അള്ളാഹു. നീ പറയുന്ന അള്ളാഹു ഏതാ? ഈ അള്ളാഹു. അപ്പൊ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, എന്റെയും നിന്റെയും കൂടി അള്ളാഹുവാണ്. നീ വലിയ കാര്യമായിട്ട് കാണുന്ന സൂര്യനെ പോലും ഉദിപ്പിക്കുന്നവനാണ്. അപ്പൊ അവൻ പരമാധികാരിയാണ്. അങ്ങനെ കുറേ സംഗതികൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്.
പക്ഷേ ഇത് കേട്ടപ്പോ നമ്രൂദിന് 2 കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒന്ന്, അവിടെ കേട്ടെ, ഈ ആദ്യം പറഞ്ഞ് തീരുമാനമാക്കട്ടെ. നമ്മളെ കാലത്താണെങ്കിൽ ചോദിക്കും, അത് ഈ സമ്മതിച്ചോ? ഏത് ജീവിപ്പിക്കലും മരിപ്പിക്കലും, അത് ഈ തോറ്റോ? എന്ത് ആ തോറ്റെന്ന് പറഞ്ഞാൽ ഉടനെ തെക്കുപീറല്ലോ, അപ്പൊ മറ്റൊരു ജയിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതിനൊന്നും നമ്രൂദ് പോയില്ല. ഇപ്പൊ നമ്രൂദ്, അല്ല ഇബ്രാഹിം, നിന്റെ മറ്റേ ന്യായം പൊളിഞ്ഞോ എന്ന് ചോദിക്കുന്നില്ല. മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു സംഗതി നമ്രൂദിന് പറയാമായിരുന്നു. ആര് പറഞ്ഞു നിന്റെ അള്ളയാണ് ഇത് കയറ്റൊന്ന് ഉദിപ്പിക്കണത്? ഞാനാണ് ഉദിപ്പിക്കണത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്രൂദ് അല്ല ഉദിപ്പിക്കുന്നത് എന്ന് തെളിയിക്കേണ്ട പണി ആരെടുത്ത് വരുമായിരുന്നു? ഇബ്രാഹിം വരും. ചുരുക്കത്തിൽ അന്നത്തെ തർക്കത്തിലെങ്കിലും ഇബ്രാഹിം തോറ്റു. കാരണം ആദ്യം പറഞ്ഞ ന്യായം തന്നെ, ഞാൻ ജീവിപ്പിക്കുന്നു, അള്ള ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പില്ല, ഞാൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് നമ്രൂദ് ഒരു മേൽക്കൈയിൽ നിൽക്കുന്നു. അള്ള കേൾക്കുന്നു ഉദിപ്പിക്കുന്നു, നീ പടിഞ്ഞാറിന് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ, അല്ലല്ല, ഞാനാണ് കേൾക്കുന്നു ഉദിപ്പിക്കുന്നത്, ഈ എൻ്റെ അള്ളനോട് പറഞ്ഞിട്ട് അതിനൊന്ന് പടിഞ്ഞാറിന് ഉദിപ്പിക്കും. അത് പറ്റും. പിന്നെ നമ്രൂദിനോട് പടിഞ്ഞാറിന് ഉദിപ്പിക്കാൻ പറയുമ്പോ എൻ്റെ അള്ളനോട് പറഞ്ഞിട്ട് ഒന്ന് പടിഞ്ഞാറിന് ഉദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം എന്ത് ചെയ്യും? നാളെ പടിഞ്ഞാറിന് ഉദിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ നമ്രൂദ് അത് പറഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മളിങ്ങനെ ഖുർആൻ ഓതി ഇങ്ങനെ പോയാൽ പറ്റൂല. ഇത് നമ്മൾ കുറെ കേട്ട സംഭവമാണ്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക നമ്രൂദ് ഇബ്രാഹിം നബി അല്ല. അപ്പൊ കുറെ കേട്ടതാണ്. അപ്പൊ ഇനിയിപ്പോ ഒന്നുകൂടി കേട്ടത് കൊണ്ട് എന്താ? അപ്പൊ കേട്ടതിന്റെ മുകളിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കണം, എന്തുകൊണ്ട് നമ്രൂദ് അങ്ങനെ പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇബ്രാഹിമിനെ തോൽപ്പിക്കാമായിരുന്നല്ലോ. തൽക്കാലം തോൽപ്പിച്ചൂടെ? ഇനി പിന്നെ വേറെന്തോ ന്യായം പറയേണ്ടി വരൂലേ? അപ്പോ നമ്രൂദ് എന്തുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നത് ഞാനാണ്, ഉദിപ്പിക്കുന്നത് ഞാനാണ്, എൻ്റെ അള്ളാഹ്ക്ക് കഴിവുണ്ടെങ്കിൽ പടിഞ്ഞാറൊന്നും ഉദിപ്പിക്കുക എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? വാദപ്രതിവാദമാണല്ലോ. അതിൽ ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നു. നമ്രൂദ് എന്ന് പറയുന്ന കൊടിയ അക്രമിയായ മർദ്ദകനായ താവൂത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്താ നിങ്ങൾക്ക് ഒന്നും പറയാൻ? എന്തുകൊണ്ടായിരിക്കും? നമ്രൂദ് ഒരു സാധു ആയതുകൊണ്ടാ? നമ്രൂദിന് അന്നേരം തോന്നായിച്ച നമ്രൂദ് ഒരു പാവ നമ്രൂദ് ആയതുകൊണ്ടാ? ഒരു സാധു ആയതുകൊണ്ടാ? ഇബ്രാഹിമിനെ തോൽപ്പിക്കണ്ടെന്ന് വിചാരിച്ച് പാവം തോന്നിച്ച ആണോ? അല്ല. എന്താ കാര്യം? ഒന്നാമത്തത്, നമ്രൂദ് എന്ന് പറയുന്നത് ഒരു ഇതുള്ള ആളാ. എന്ത്? ഒരു പവറുള്ള ആളാണ്. നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ ഒരു തറവാടത്തുള്ള ആളാണ്. തറവാടത്തെന്ന് പറഞ്ഞാല് വാപ്പന്റെ അപ്പാര നോക്കിയിട്ട് തീരുമാനിക്കുന്ന സാധനമല്ല. നിലപാടുകൊണ്ടാണ് തറവാടത്ത് ഉണ്ടാകുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു തറ സമീപനം അല്ല സ്വീകരിക്കുന്നത്. അങ്ങോട്ട് അങ്ങനത്തെ വർത്താനല്ല പറയാ. അതല്ല പറയാ, നിലവാരത്തിലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തോൽക്കുകയാണെങ്കിലും എന്തുണ്ടാവും? എന്തെങ്കിലും ഒന്നും പറയൂല, അന്തസ്സ് തോൽക്കും. ഉണ്ടല്ലേ നിങ്ങള് നമ്മള് രാജാക്കന്മാരെ ചരിത്രമൊക്കെ വായിക്കുമ്പോഴേ എന്തോ ഒരു സംഗതിയില് വാത് വെച്ച് അല്ലെ, എന്നിട്ട് അതിൽ തോറ്റാൽ അന്തസ്സോട് കൂടിയിട്ട് അതൊക്കെ ഉരുക്കൊടുത്ത്, ഇല്ലല്ല ഞാൻ സമ്മതിക്കൂല എന്നൊന്നും പറയാൻ നിൽക്കാതെ അങ്ങനെയൊക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹം
പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു നിലവാരത്തിലാണ് പറയാ. ആ നിലവാരത്തിന്റെ ലക്ഷ്യം എന്താണ്, അടിസ്ഥാനം എന്താണെന്ന് വേറെ കാര്യമാണ്. അത് കുഫറാണ്, നിഷേധമാണ്. പക്ഷെ ആ പറയണേ എന്തുണ്ട്, ഒരു സംഗതി. അപ്പോ ഇതിന്റെ പൊരുൾ എന്താന്ന് ചോദിച്ചാല്, നമ്രൂദിന് സ്വന്തമോ നമ്രൂദിനെ റബ്ബായിട്ട് കാണുന്ന നമ്രൂദിന്റെ ആളുകൾക്കോ വിശ്വാസമോ അഭിപ്രായമോ ഉണ്ടായിരുന്നില്ല നമ്രൂദാണ് ദൈവം എന്ന്. അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിർഔൻ പറയുമ്പോ ഫിർഔനിന് തന്നെയോ ഫിർഔനിന്റെ ആൾക്കാർക്കോ ഫിർഔനാണ് ദുനിയാവ് ഉണ്ടാക്കിയെന്ന അഭിപ്രായമില്ല. അയാൾ പറയുന്നുണ്ട് ഞാൻ നദികൾ ഒഴുക്കുന്നു എന്നൊക്കെ പറയുന്നു. നദികൾ ഒഴുക്കുന്നു എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ അവിടുത്തെ അഗ്രികൾച്ചറൽ സംവിധാനമൊക്കെ എൻ്റെ കയ്യിലാണെന്നാണ് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാതെ പുഴയും പിന്നെ മഴയും ഒക്കെ ഉണ്ടാക്കി ഞാനാണെന്നൊന്നും ഫിറൗന് അഭിപ്രായമില്ല. ഫിറൗൻ വേറെ വിഗ്രഹത്തെ പൂജിക്കുന്ന ആളായിരുന്നു. ഫിറൗൻ വേറെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. അല്ലാണ്ട് ഞാൻ തന്നെയാണ് ദൈവം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് ഫിർഔൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനാണ് ലോകം സൃഷ്ടിച്ചത് എന്നല്ല. അപ്പൊ നമ്രൂദ് ആണ് ലോകം സൃഷ്ടിച്ചത് എന്നോ സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് എന്നോ ഉള്ള തോന്നൽ നമ്രൂദിന് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്ത് തോന്നലുണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിലനിൽക്കുന്ന ലോകത്ത് കൊല്ലുകയും ജീവിക്കുകയും അല്ലെങ്കിൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ഞാനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹലാൽ ഹറാമുകൾ തീരുമാനിക്കുന്നത് ഞാനാണ്. ഒരു സമൂഹം ജീവിക്കണമെങ്കിൽ എന്തു വേണം? ഒരു സമൂഹം മരിക്കണമെങ്കിൽ എന്തു വേണം? അല്ലെ? ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ ജീവിത മരണങ്ങൾ തീരുമാനിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമവും ആ രാജ്യത്തിന്റെ ജീവിത കാഴ്ചപ്പാടും പ്രത്യയശാസ്ത്രവും ഒക്കെയാണ്. അതാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം എടുക്കണവൻ ഞാനാണ്. അതുകൊണ്ടാണ് അള്ളാഹു ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു പറഞ്ഞപ്പല്ല ഞാൻ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഇബ്രാഹിം നബി അതിനെ മിണ്ടാതെക്കുന്നതും അതുകൊണ്ടാണ്. കാരണം എന്താണ്? അല്ലല്ല, റൂഹ് ഉമ്മാന്റെ പള്ളേലെ റൂഹിനെ കൊടുക്കണത് അല്ലല്ലേ എന്നൊന്നും ചോദിക്കാൻ പോയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ റൂഹ് കൊടുക്കണത് നമ്രൂദാണ്, നമ്രൂദനെയും വാദമല്ല, പിന്നെന്തിനാ അത് പോയി പറയണത്? നമ്രൂദിന്റെ വാദം എന്താന്ന് ചോദിച്ചാൽ രാജ്യത്ത് നിലവിലുള്ള കാര്യങ്ങളുടെ തീരുമാനാധികാരം എന്നിൽ നിക്ഷിപ്തമാണ് എന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബി നമ്രൂദിനോട് പറയണത് എന്താന്ന് വെച്ചാൽ സൂര്യനെ ഉദിപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബിന്റെ തീരുമാനമാണ് എന്റെ നാട്ടിൽ നടപ്പാക്കേണ്ടത്. ഇതിലാണ് തർക്കം. ഇതേ പ്രശ്നമുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും ഇലാഹുകളാക്കരുത് എന്ന് അള്ളാഹ് പറഞ്ഞപ്പോ അദീബിന് ഹാത്തിം റളിയല്ലാഹു അൻഹു നബിയോട് പോയിട്ട് ചോദിച്ചല്ലോ, എന്താ റസൂലെ ഞങ്ങളുടെ പുരോഹിതന്മാരെ ഒന്നും എന്താക്കുന്നില്ല, റബ്ബാക്കുന്നില്ലല്ലോ, അർബാബൻ മിൻ ദൂനില്ലാഹ് തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹിനെ കൂടാതെ റബ്ബാക്കരുത് പറഞ്ഞപ്പോ അന്ന് ഞങ്ങൾ അങ്ങനെ ആക്കണില്ലല്ലോ. അപ്പോ റസൂൽ അവരോട് തിരിച്ചു ചോദിക്കണം, അല്ല അവര് ഹലാലാണെന്ന് പറഞ്ഞതിന് ഹലാലാണെന്നും അവര് ഹറാമാണെന്ന് പറഞ്ഞതിന് ഹറാമാണ് എന്നും നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ട്. എന്നാ അത് തന്നെയാണ് ഓരോ റബ്ബാക്കരുത്. അപ്പോൾ നിയമം നിർമ്മിക്കുവാനുള്ള പരമാധികാരം ആരുടെ കൈവശമാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നിങ്ങളുടെ പുരോഹിതനാണെങ്കിൽ, നിങ്ങളുടെ രാജാവാണെങ്കിൽ, നിങ്ങൾ തന്നെയാണെങ്കിൽ അത് അവിടെ നിങ്ങൾ നിങ്ങളെയോ രാജാവിനെയോ നിങ്ങളുടെ വിഗ്രഹത്തെയോ നിങ്ങളുടെ ജീവിത രീതിയെയോ റബ്ബാക്കലാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പഠിപ്പിക്കുന്നത്, മൂസാ നബി പഠിപ്പിച്ചത്, അത് തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ആകാശത്ത് നടക്കുന്ന ഈ ഉദിപ്പിക്കലും അസ്തമിക്കലും ഞാനാണ് എന്ന് പറയാൻ നമ്രൂദ് പോകാതിരുന്നത്. അങ്ങനെ അഭിപ്രായം ഉപരിക്കുന്നില്ല.
അപ്പൊ എന്തായിരുന്നു ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം? സൃഷ്ടാവ് നമ്രൂദാണ് എന്ന വാദമല്ല. സൃഷ്ടാവൊക്കെ അല്ലാണ്, പരിപാലകൻ അവനാണ്, അതെല്ലാം അവനാണ്. പക്ഷെ ഞാനാണ് ഇവിടെ എന്താ നടക്കേണ്ടതെന്ന് തീരുമാനിക്കാന്നുള്ളത്. ആ നടക്കേണ്ടത് അള്ളാഹു തീരുമാനിക്കുമെന്ന് അംഗീകരിക്കണം എന്ന് പറയാനാണ് ഇബ്രാഹിം നബി തീരുമാനിച്ചത്. നിഷേധിക്ക് ഉത്തരം മുട്ടി. ഉത്തരം മുട്ടിയത് എന്തുകൊണ്ടാണ്? ഈ കുഫറും നിഷേധവും ഇസ്ലാം എന്താന്ന് മനസ്സിലായാലേ നമുക്ക് ഉത്തരം മുട്ടിയേ മനസ്സിലാവൂ. ഇല്ലെങ്കിൽ ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞ ആൾക്ക് മറ്റേ പറയാനാ അപ്പോ പ്രയാസം. ഉത്തരം മുട്ടാനത് മതി. കാരണം പിന്നെ ഇബ്രാഹിം നബി ഒരുപാട് പണിയെടുക്കണം. അല്ല, സൂര്യനെ ഉദിപ്പിക്കണ നീ അല്ലാന്ന് തെളിയിക്കാൻ ഒരുപാട് പണിയെടുക്കേണ്ടി വരും. പണി നിർക്കേണ്ടി വന്നില്ല. നിഷേധിക്ക് ഉത്തരം മുട്ടി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അക്രമികളായ ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയില്ല. അപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? ഉടനെ തീരുമാനം എടുത്തു, ഇനി ഇവനെ വെച്ചുകൊണ്ടിരുന്നാ പറ്റൂല, കൊല്ലണം. അപ്പൊ വധശിക്ഷക്ക് വിധിച്ചു. ചരിത്രത്തിലുടനീളം വധശിക്ഷക്ക് വിധിക്കപ്പെട്ടവർ കുറ്റവാളികളാണ് എന്ന് ഒരു ബുദ്ധിയുള്ളവനും പറയില്ല. കാരണം വധശിക്ഷക്ക് വിധിക്കപ്പെട്ട എത്ര പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം നബിനെയും വധശിക്ഷക്ക് വിധിച്ചു. ചിലരെ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. മരത്തിന്റെ പൊത്തിൽ കയറ്റി നിർത്തിയിട്ട് ഈർന്ന് കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഇബ്രാഹിം നബിയെ വധശിക്ഷക്ക് വിധിച്ചു. തീരുമാനം എന്താണെന്ന് വെച്ചാൽ തീയിലിട്ട് കൊല്ലണം. എന്നാ പൊടി പോലും കണ്ടുപിടിക്കാനുണ്ടാവൂല. വിറക് കൊണ്ടുവരുന്ന എല്ലാവരും വിറക് കൊണ്ടുവരാൻ പോയി. അതിൻ്റെ ഇടയിൽ നേർച്ച നേർന്നവരൊക്കെ ഉണ്ട്. എങ്ങനെ ഇബ്രാഹിമിനെ കൊല്ലാനുള്ള തീക്കുണ്ടാരത്തിലേക്ക് വിറക് നേർച്ച നാക്ക് പടച്ചോ, ഞാൻ വിറക് കൊടുക്കാൻ എൻ്റെ കുട്ടിന്റെ സൂക്കേട് മാറ്റി തരണേ, അങ്ങനെ പറയപ്പെടുന്നു. ചിലരുടെ സൂക്കേടൊക്കെ മാറി എന്ന് പറഞ്ഞാല് അത് എന്തല്ല, പ്രാർത്ഥന ഒന്നല്ല, അതൊരു മാനസികാവസ്ഥയാണ്. എനിക്ക് മാറി എന്ന് വിചാരിച്ചാൽ മാറി, ഇത്ര തന്നെ. അങ്ങനെ പലതും മാറും. അപ്പോ വിറക് കൊണ്ടുവന്നു. അത് വലിയൊരു മൈതാനത്ത് കൊണ്ടുപോയിട്ട് കൂട്ടി. അതൊരുപാട് ഒരു വലിയ മല പോലെ ഉണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് അതിന് തീ കൊടുത്തു. അടുക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിനെ കൊണ്ടുപോയിട്ട് എറിയാനൊന്നും ഇവർക്ക് അടുക്കാൻ കഴിയില്ല. അപ്പൊ എന്താക്കി, ഈ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് അങ്ങോട്ട് വിട്ടു. കല്ലിന് പകരം മനുഷ്യനെ വെച്ചിട്ട് വിടുന്ന പരിപാടി ഉണ്ട്. അത് ഈ പണ്ട് കാലത്ത് യുദ്ധാവസരത്തിലൊക്കെ കോട്ടകൾക്കകത്തേക്ക് സൈനികർ അങ്ങനെ പറഞ്ഞേക്കും. ചാടിക്കിടക്കാൻ വേണ്ടിയിട്ട് അവിടെ കുന്തം പിടിച്ച ആൾ നിൽക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ വലിയ ഈ സാധനത്തിന്റെ മുകളിൽ ആളെ വലിച്ചു വിടും. അപ്പൊ നേരെ അപ്പുറത്ത് പോയിട്ട് കോട്ടന്റെ ഉള്ളിൽ ചാടും. അങ്ങനെയൊക്കെയുള്ള യുദ്ധമുറകള്. അപ്പൊ ഇബ്രാഹിം നബി ആ ജാതി വലിയൊരു സാധനത്തിന്റെ മുകളിലാക്കിയിട്ട് വലിച്ചു വിട്ടു. അപ്പൊ പോയിട്ട് അതിന്റെ ഒത്ത നടുക്ക് വീണു. അപ്പം ഇവര് ആഹ്ലാദ നൃത്തം ചവിട്ടാൻ തുടങ്ങി. കാരണം ഇബ്രാഹിമിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇജാതി ചോദ്യം ചോദിക്കാൻ ഒരുത്തം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള സമാധാനത്തിലാണ് പോലുള്ളത്. ചോദ്യം ചോദിച്ചാലാണുള്ള പ്രശ്നം. മിണ്ടാതെന്നാ ഒരു പ്രശ്നവുമില്ല. ഇബ്രാഹിം നബിക്ക് നല്ല സീറ്റും കിട്ടും. കാരണം ബാപ്പ ആസറാണ്. ബാപ്പാന്റെ മോൻ എന്നുള്ള നിലക്ക് നല്ല പരിഗണന കിട്ടും. ഇതിന്റെ ലാഭമൊക്കെ കിട്ടും. കൊട്ടാരത്തിലെ അടുത്ത പുരോഹിതനായിട്ട് നിയമിക്കപ്പെടും. ബുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് അത് പരമാവധി ഉപയോഗിക്കാനും പറ്റും. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാം സത്യത്തിന്റെ മാർഗം തെരഞ്ഞെടുത്ത് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് കിട്ടിയതാണ്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, എന്ത്? തീയിനോട് പറഞ്ഞു ബർദൻ വസലാമ, തണുപ്പും സുരക്ഷിതത്വവും നൽകണം. തണുപ്പ് തന്നെ നൽകി അതങ്ങ് ഓവറായി ഫ്രീസറുമായി ആയ എന്താവും? ഇടങ്ങേറാവൂല. അപ്പൊ ആ ഓവർ തണുപ്പ് വേണ്ട അല്ലേ? 15 റൂം തണുപ്പിക്കും AC. അപ്പൊ അത്ര വേണ്ട, ഒരു 20-21 ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സൗകര്യം. അപ്പോ തണുപ്പാണെങ്കിലും സലാമത്തുള്ള തണുപ്പായിരിക്കണം, സുരക്ഷിതത്വമുള്ള ഒരു തണുപ്പ്.
ഇത് മാത്രമല്ല, ഈ തീയിന്റെ ചൂടങ്ങ് പോയിട്ട് നല്ല സുഖമായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പാഞ്ഞിങ്ങോട്ട് കയറൂലേ, പിന്നെയും പിടിച്ചിട്ട് ബുദ്ധിമുട്ടാക്കൂലേ. അപ്പൊ ഓൽക്ക് പാഞ്ഞ് കയറാനും കഴിയരുത്. അപ്പൊ ഓലെ മുമ്പിൽ ചൂട് തന്നെ. ഇബ്രാഹിം നബിക്ക് തണുപ്പ്. ഈ ഒരു കണ്ടീഷനിലേക്ക് തീയിനെ മാറ്റി. തീയൊക്കെ കെട്ടടങ്ങിയപ്പോൾ ഇബ്രാഹിം നബി പുകയും കരിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരും. എന്ത് കഥയാ? പിന്നെ ഇബ്രാഹിം നബി തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കണ്ട, എൻ്റെ ഇവിടുത്തെ പണി കഴിയുന്നു. അങ്ങനെയാണ് ഫലസ്തീനിലേക്ക് പോയത്. പിന്നീട് അവിടുന്ന് ആണ് മക്കത്തേക്ക് പോയത്. ആ സംഭവമൊക്കെ അതിന്റെ തുടർച്ചയാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദുമായി നടത്തിയ സംവാദത്തിന്റെ പൊരുൾ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്രൂദാകുന്ന രാജാവ് നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിർത്തിവെക്കണം. എന്നിട്ട് കിഴക്കുന്ന് സൂര്യൻ ഉദിപ്പിക്കുന്ന, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന പ്രപഞ്ചനാഥന്റെ കൽപ്പന നടപ്പിലാക്കണം. ഇതാണ് സംഭവം. ഇതിനിടയിൽ ഞാൻ ബോധപൂർവം പിന്നെ പറയാൻ ബാക്കി വെച്ച ഒരു വാക്കുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല്, അൻ ആത്താഹുല്ലാഹുൽ മുൽക്ക്. നമ്രൂദിന് അധികാരം ആര് കൊടുത്തു എന്നാ പറഞ്ഞത്? അള്ളാഹു കൊടുത്തു എന്നാ പറഞ്ഞത്. എന്താ അങ്ങനെ? അള്ളാഹു ആണ് രാജ്യനിവാസികൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എങ്കിൽ അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്ന ഒരാൾക്കല്ലേ അള്ളാഹ് അധികാരം കൊടുക്കാൻ പാടുള്ളൂ. അള്ളാഹ് എന്തുകൊണ്ടാണ് നമ്രൂദിനും ഫിറഔനും ഒക്കെ അധികാരം കൊടുത്തത്? ഇതാണ് ചോദ്യം. ഖുർആനിൽ പറയുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നു. അപ്പൊ അള്ളാഹു കൊടുക്കുന്ന അധികാരമാണല്ലോ. എന്താ അള്ളാഹു അങ്ങനെയുള്ളവർക്ക് അധികാരം കൊടുക്കുന്നത്? നിങ്ങൾ ഖുർആൻ പഠിക്കണേന്റെ കൂടെ ചിന്തിക്കുകയും വേണോ, എന്നാലാണ്. അല്ലെങ്കിൽ നമ്മളെ ചിന്താശേഷിയൊക്കെ തുൻപിച്ചു പോകും. അല്ലാണ്ട് ആലോചിക്കണം, എന്താണ് അങ്ങനെ അള്ളാഹ് ചെയ്ത്. അല്ല, അതെന്താ അള്ളാഹ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കണമെന്നാ എൻ്റെ ചോദ്യം. ജനങ്ങൾക്ക് പരീക്ഷണം, നല്ലൊരു ഉത്തരാണ്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അള്ളാഹുവിന് ഒരു സുന്നത്തുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാല് നമ്മള് ചെയ്താൽ പോയുള്ളൂ, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്ത എന്ന് പറയണ ഐച്ഛിക കാര്യങ്ങൾ എന്ന നിലക്കുള്ള സുന്നത്തല്ല, ചര്യ എന്ന നിലക്ക്. അള്ളാഹു ഈ ഭൂമിയില് ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. ആ സിസ്റ്റം അള്ളാഹ് തെറ്റിക്കൂല. അള്ളാഹ് ഉണ്ടാക്കിയിട്ടൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റം അള്ളാഹ് തെറ്റിക്കൂല. അതെന്താന്ന് ചോദിച്ചാൽ, ഓരോന്നിനും കഴിവും ശേഷിയും നേടിയെടുക്കുന്നവർക്കാണ് അത് കൊടുക്കുക. അവർക്കത് കൊടുക്കുക. അല്ലാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളെ വിളിച്ചിട്ട് കൊടുക്കൂല. തഹജ്ജുദ് നിസ്കരിക്കണ ആൾക്ക് കിട്ടും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതേ കൊടുക്കുമായിരുന്നു. മനസ്സമാധാനം കൊടുക്കും, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശേഷി കൊടുക്കും. ഈ മർദ്ദകരായ ഭരണാധികാരികളെ ഇടങ്ങാറാക്കുന്നതിനെ ആവേശപൂർവ്വം നേരിടാനുള്ള തൻ്റെ ഇടം കൊടുക്കും. ഒരാളെ കൊല്ലുമ്പോൾ രക്തസാക്ഷിത്വം എന്ന നിലയിൽ സ്വീകരിക്കാനുള്ള മനസ്സ് കൊടുക്കും. അത് കൊടുക്കും, അധികാരം കൊടുക്കും. അത് കൊടുക്കാതിരിക്കാന്ന് വെച്ചാൽ അതിന് ഉള്ള കഴിവ്, യോഗ്യത, പ്രാപ്തി നേടിയെടുക്കണം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു തോണിയിൽ ഇങ്ങനെ പോവാണ്. നമ്മളെല്ലാവരും ഖുർആൻ സ്റ്റഡി സെന്ററിൽ നിന്ന് വയനാട്ടിൽ പോയ മാതിരി ഒരു യാത്ര പോവാണ്. തോണിയിലാണ് പോകുന്നത്. ആലപ്പുഴ എവിടെ പോകാൻ വിചാരിച്ചു. നല്ല രസമുണ്ട്. നല്ലൊരു തോണി, ഒരു ഹൗസ് ബോട്ട്, നല്ല രസത്തിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മളെ തോണി ഇത് നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെ മോശത്തരത്തിലൂടെ ഒന്നും കൊണ്ടുപോകണില്ല.
നമ്മളെ നല്ല നിലക്ക് തന്നെ കൊണ്ടുപോകണുള്ളൂ, നല്ല സംഗതിയിലേക്കേ പോകുന്നുള്ളൂ. വഴിക്ക് വെച്ച് അയാൾക്ക് ബോധം കിട്ടും. അയാൾക്ക് പിന്നെ തോണി തിരിക്കാൻ പോയിട്ട് അയാളെ തന്നെ ഇരുത്താൻ അയാൾക്ക് കഴിയാത്തൊരു കോലായി. ഇനി ഇതിനെന്താക്കും? അപ്പൊ നമ്മളെ കൂട്ടത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട്, എല്ലാ സുന്നത്തും നോമ്പ് കൊടുക്കുന്നവരുണ്ട്, ദിക്റും ദുആനെ കൊണ്ടുള്ള സമ്പന്നമായ ആൾക്കാരുണ്ട്. നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ മുസാഫിന്റെ നടുക്കുണ്ടായിട്ടുള്ള ആൾക്കാർ. എന്നാൽ ഇയാൾ ബോധം കിട്ട സ്ഥിതിക്ക് ഞാൻ അവിടെ കയറി കുത്തിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താവും ഇതിന്റെ കഥ? അപ്പൊ നമ്മളാകെ കുടുങ്ങി നിൽക്കുമ്പോ നമ്മളിങ്ങനെ നോക്കുക. അപ്പൊ ഒരുത്തനുണ്ടാവുന്ന എരുന്തുമായിരുന്നു, വെള്ളത്തിൽ മുങ്ങി. എന്താണ്? അപ്പൊ ഓനെ പരിചയമുള്ളവർ പലരും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഈ എരുന്ത് വരുന്നവനെ പറ്റി നമുക്കറിയാവോ? നല്ല നീന്തൽ അറിയുന്നവനും നല്ല തോണി തോയുന്നവനും ഓനെ ഈ ബോട്ടിൽ പണിയെടുക്കണവനൊക്കെ ആണ്. കച്ചറാണ്, കൂട്ടിയനാണ്. ഓൻ ഈ ബോട്ടിൽ മര്യാദയ്ക്ക് പണിയെടുക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാ ദിവസവും പണിക്ക് തരാത്തതുകൊണ്ട് മുതലാളി എന്താക്കിയതാണ്? പുറത്താക്കിയതാണ്. ഈ എരുന്ത് വാരി വിറ്റ പൈസ കിട്ടിയ ഓൻ ആദ്യം കള്ളും കുടിച്ചിട്ട് പോയിട്ട് പെണ്ണുങ്ങളെ നാവിക്ക് മുട്ടുകാലുകൊണ്ട് ചവിട്ടണോനാണ്. അപ്പൊ നമ്മളെന്താ ചെയ്യാ? ഓനെ വിളിച്ച് ഈ ഇസ്ലാം സ്വീകരിക്കണോ, ഈ എന്നിട്ട് കള്ളുകൂടി മാറ്റ്, ഈ എന്നിട്ട് നല്ല മോനായിട്ട് വാ എന്ന് പറയല്ല ചെയ്യാം. നമ്മൾ ഓനോട് പറിച്ച് വന്നിട്ട് ഇതൊന്ന് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഓൻ ചോദിക്കുന്ന ആനൊക്കെ ആയിരിക്കും, കാരണം ഓന്റെ കഥ വേറെ. പക്ഷെ നമ്മളെ കയ്യിലുള്ള നിസ്കാരം നോമ്പിനോണ്ടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് തിരിക്കാൻ കഴിയില്ല. അപ്പൊ അത് തിരിക്കാൻ കഴിയുന്നവനെ നമ്മൾ ആക്കും പേടിച്ചിട്ടാണ് ആക്കുക. കാരണം ഓനിതും കൊണ്ട് കള്ളുചാപ്പിലേക്കാണോ പോവാ? അതിനാ നല്ല സാധ്യത. ചുരുങ്ങിയ പക്ഷവും ഓനത് കിട്ടുന്നതിൻ്റെ ഇരിക്കൂടെങ്കിലും പോവും. എന്നിട്ട് എന്ത് ചെയ്യും? വാങ്ങും. കാരണം ഓനതേ പറ്റും. ഓൻ നമ്മളെ ബോട്ടിൽ കയറി വണ്ടി ഓടിക്കുമ്പോൾ നോക്കുക, വണ്ടി അയക്കൂല. നമ്മളെ കൂടുതലുള്ള പെണ്ണുങ്ങളയക്കും. ചിലപ്പോൾ ഓൻ ആക്രമണം നടത്തിന്ന് വരും. കാരണം ഓൻ ആ തരക്കാരനാണ്. അപ്പൊ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ഈ വണ്ടിയിൽ മര്യാദ ഉള്ളവനും വൃത്തിയുള്ളവനും ആണ് വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നല്ലിടത്തേക്കേ കൊണ്ടുപോകുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് സുരക്ഷിതമായിട്ട് പോവുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ നല്ലവന്മാർ ഇത് ഓടിക്കാൻ പഠിച്ചില്ല, എന്താക്കും? അപ്പൊ കുടിയന്മാർ ഓട്ടേണ്ടി വരും. അങ്ങനെ അപ്പം വണ്ടി പോണത് മനസ്സിലായില്ലേ? അപ്പൊ ആ വണ്ടി പോണവനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് മാത്രം സംഗതി നടക്കൂല. ആ വണ്ടി ഓടിക്കാനുള്ള പണിയിലേക്ക് തഹജ്ജുദ് നിസ്കരിക്കണവനും കൂടി എത്തണം. അവിടെയാണ്. അപ്പൊ അത് എത്തുക എന്നത് സംഭവിച്ചാൽ അള്ളാഹു എന്ത് ചെയ്യും? യൂസുഫ് നബി അങ്ങനെ എത്തിയിട്ട് ചോദിച്ചു, ഇങ്ങോട്ടാന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹോട് കൊടുത്തു. അള്ളാഹ് അധികാരം കൊടുത്തില്ലേ? അപ്പൊ യൂസുഫ് നബി എന്താ ചെയ്തത്? അതിനുള്ള പ്രാപ്തി നേടിയെടുത്തിട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അല്ലാത്തൊരു ചോദ്യം അത് അങ്ങ് കൊടുത്തു. ആ പ്രാപ്തി ദാവൂദ് നബി നേടിയെടുത്തു. ദാവൂദ് നബി ആ പ്രാപ്തി നേടിയെടുത്തിട്ട് ദാവൂദ് നബി എന്ത് ചെയ്തു? ജാലൂത്തിനെ തോൽപ്പിച്ചു. ആ പ്രാപ്തി തന്നെയാണ് സുലൈമാൻ നബി നേടിയെടുത്തത്. ആ വണ്ടി നല്ല ഓടിക്കാനുള്ള പ്രാപ്തി മുഹമ്മദ് നബി നേടിയെടുത്തത് കൊണ്ടാണ് മദീനത്തെ ജൂതന്മാരും എല്ലാവരും കൂടിയിട്ട് അബ്ദുല്ലാഹിബിന് ഉബയ്യനെ ഏൽപ്പിക്കാൻ ആ ഡ്രൈവറെ വിളിക്കാൻ വിചാരിച്ചിരിക്കോല്. അബ്ദുല്ലാഹിബിന് ഉബയ്യനെ ആ ഡ്രൈവർ പറഞ്ഞ കുഞ്ഞുമോനെ ഇഞ്ഞി മാറിക്കോ, നല്ല ആള് വന്നുകളത്. അങ്ങനെ മുഹമ്മദ് നബിനെ ഏൽപ്പിച്ചു. മുഹമ്മദ് നബി ആ വണ്ടി ഓടിച്ച് പോണത് കണ്ടപ്പോഴാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യന് തോന്നിയത്, ഇത് എനിക്ക് കിട്ടേണ്ട പണിയായിരുന്നു, ഞാൻ ഇരിക്കേണ്ട ഡ്രൈവിംഗ് സീറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇനി ഇതിനെങ്ങനെ ഇടങ്ങേറാക്കാന്ന് വിചാരിച്ചിട്ട് തോണിക്ക് ഓട്ടാക്കാൻ തീരുമാനിച്ചത്. അതിനാണ് നിഫാഖ് എന്ന് പറയാം. അതാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പ്രാപ്തി നേടിയെടുത്ത് ദുനിയാവിനെ നല്ല നിലക്ക് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ദാവൂദ് നബിനെ പറ്റിയിട്ട് ഖലീഫ എന്ന് അള്ളാഹു ഉപയോഗിച്ചത്. ഈ പ്രാപ്തി നിങ്ങൾ നേടിയെടുത്താൽ നിങ്ങളെ കയ്യിൽ ഈ വണ്ടിന്റെ സ്റ്റെയറിംഗ് തരും എന്നത് അള്ളാഹ് പറഞ്ഞതാണ്. ലയസ്തഖലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക്, സ്വർഗത്തിലൊന്നല്ല, ഭൂമിയിൽ തന്നെ ഇത് തരും. അപ്പോൾ ആത്താഹുല്ലാഹുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ
അധികാരം അള്ളാഹു നൽകുന്നതാണ്. പക്ഷെ അള്ളാഹു അധികാരം നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ നേടിയെടുക്കണം, അതിനുള്ള പ്രാപ്തി നേടിയെടുക്കണം. അപ്പൊ നമ്മള് ആത്മീയമായ, നമ്മൾ ദീനീ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ പ്രാപ്തി നേടുന്നെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ നമുക്ക് വേണ്ടവോളം കിട്ടുന്നുണ്ട്, അത് നമുക്ക് കിട്ടും. അതേ സമയത്ത് വാഹനത്തിന്റെ സ്റ്റെയറിങ് നമ്മളെ കയ്യിൽ കിട്ടണമെങ്കിൽ വണ്ടി ഓടിക്കാൻ നമ്മൾ പഠിക്കണം, അതിൻ്റെ എല്ലാ വിവരങ്ങളും ഒന്ന് കിട്ടണം. ഇനി അങ്ങനെ അല്ലാണ്ട് കിട്ടി നിൽക്കുക, നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞ മാതിരി നമ്മളെ കൂടുതൽ വെച്ച് ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്ന ഒരുത്തരം ഡ്രൈവിംഗ് സീറ്റ് പിടിച്ചിരുത്തി എന്തായിരിക്കും കഥ? അതല്ലേ രണ്ടാൾക്കാർ നടന്നു പോകുമ്പോൾ ഒരുത്തൻ മറ്റവനോട് പറഞ്ഞത്, മുന്നിൽ ആനനെയും കൊണ്ട് പാപ്പാൻ വരുന്നത് കണ്ടപ്പോ, മുന്നിൽ ആനനെയും കൊണ്ട് പാപ്പാൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇപ്പൊ രണ്ടാളും ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്, നമ്മളെ ഖുർആൻ സ്റ്റഡിയും കഴിഞ്ഞിട്ട്. അപ്പൊ ഒരുത്തൻ മറ്റോണ്ട് നമുക്ക് അതിനെ ചോദിച്ചു നോക്കിയാലോ, എനക്കുണ്ട ഭ്രാന്ത്, അങ്ങനെ ചോദിച്ചാൽ തരുമോന്ന് ചോദിച്ചു. ചോദിച്ചു നോക്കാന്നാണ്. അങ്ങനെ ആനന്റെ അടുത്ത് എത്തിയപ്പോ ഈ ആനിനെ ഞങ്ങൾക്ക് തരുമോന്ന് ചോദിച്ചു. പാപ്പാൻ വന്ന ആയിക്കോട്ടെ നിങ്ങൾ എടുത്തോളി. എന്താ പോയി ചെയ്യ? കാരണം ഈ ആനൻ എന്താ കാട്ടുക? ആട്ടുകുട്ടിയാണ് തർക്കെടുക്കുക. ഈ ആനനെ ആയിട്ട് എന്തോ ചെയ്യാൻ പറ്റുമോ? അപ്പൊ തന്നാ തന്നെ ഇടക്ക് തിരി വലത്ത് തിരി എന്നൊക്കെ പറഞ്ഞ തിരിയുന്ന കോലത്തിൽ പറയാൻ അറിയണ്ടേ? അറിയാം. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, നമ്മളിങ്ങനെ പുരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ദിക്റും ദുആയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പാപ്പാൻ കയറി വരും, എന്നിട്ട് നമ്മക്ക് ആനനെ തരും. അപ്പൊ നമ്മൾ ആനപ്പുറത്ത് കയറും, നമ്മളിങ്ങനെ പോകുന്നു വിചാരിച്ച് നിൽക്കുകയാണ്. ഇനി അങ്ങനെ ഇങ്ങനെ ഒരു ആനനെ തന്നാൽ തന്നെ കൊണ്ടെടുക്കാനാവോ? ഇല്ല. അപ്പൊ കൊണ്ടെടുക്കാനുള്ള പ്രാപ്തി നേടുമ്പോഴാണ് അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ആ മുൽക്ക് ഇങ്ങോട്ട് തരുള്ളൂ. അത് തന്നാലേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നാട്ടിൽ നിർഭയത്വം നൽകി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യം നമ്മൾ വിചാരിച്ചത്, അപ്പൊ അല്ലാമ ഇക്ബാൽ പറഞ്ഞ പോലെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് ബാങ്ക് കൊടുക്കാനും ഇക്കാമത്ത് കൊടുക്കാനും നിസ്കരിക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിലും വല്ല വിചാരിക്കും ദുനിയാവ് മൊത്തത്തിൽ ശാന്തമാണ്, സമാധാനമാണ്, ഞാൻ ബാങ്ക് കൊടുക്കുന്നത്, ആൾക്കാർ നിസ്കരിക്കാൻ വരുന്നത്, എന്താ ഇപ്പൊ നാട്ടിലെ പ്രശ്നം? അങ്ങനെ നമ്മൾ വിചാരിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് ജീവിച്ചു പോകാണല്ലോ. ഇപ്പൊ ഓരോന്നിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ച് അക്കോടി ഖബർസ്ഥാന്റെ അടുത്തൂടെ ഒരാളിങ്ങനെ നടന്നു പോവാണ്. പുതിയ വഖഫ് ഭേദഗതി ചെയ്ത നിയമപ്രകാരമോ അയാൾക്ക് തോന്നുകയാണ് ഇത് സർക്കാർ ഭൂമിയായിരുന്നു. അപ്പൊ അയാൾ ഉടനെ കംപ്ലൈന്റ് ചെയ്യും, സർക്കാർ ഭൂമി കക്കോടി മഹലിൽ പിടിച്ചടക്കിയിട്ടുണ്ട്, അല്ല ഇത് വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള രേഖ കൊണ്ടു കൊടുക്കേണ്ട ബാധ്യത കക്കോടി മഹലിൻ്റെ. അത് തെളിയിച്ച് കഴിയുന്ന വരെ ഖബർസ്ഥാൻ ഉപയോഗിക്കരുത് എന്നതാണ് പിന്നെ നിയമം. തെളിയിച്ച് കഴിയേണ്ട കാലപരിധി എത്രയാണ് എന്ന് ഈ നിയമത്തിൽ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അടുത്ത ഈ തെളിയിക്കണവരെ മയ്യത്ത് നമുക്ക് ഉണക്കി വെക്കാൻ കഴിയും. ആ മയ്യത്തും ആ ഖബറിൽ വെക്കാൻ കഴിയാതെ വഖഫ് ഭൂമിയാണോ എന്ന് തിരിയാതെ അതവിടെ അങ്ങനെ കിടക്കും. ഈ വഖഫ് ഭേദഗതി ചെയ്ത നിയമത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് തോന്നുന്നത് അതാണ്. ഏത് സ്ഥലത്തെക്കുറിച്ചും നിങ്ങൾക്ക് പരാതി ഉന്നയിക്കാം. പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് പരാതിയിൽപ്പെട്ട സ്ഥലമായി മാറി. അതങ്ങനല്ലാന്ന് തെളിയിക്കേണ്ട ബാധ്യത അത് കൊണ്ടെടുക്കണവർക്കായി. പലതും തെളിയിക്കാൻ ആവശ്യമുള്ളത്ര കടലാസ് നമ്മളടുത്ത് ഉണ്ടാവൂല. കാരണം കാലാതീതമായിട്ട് പിന്തുടർന്ന് വരുന്നൊരു സാധനമാണ്. അപ്പം എൻ്റെ അടുത്തുള്ള ഇന്ന ആൾ ഇന്ന ദിവസം തീരുമാനിച്ച് തന്നത് എന്നൊന്നും കടലാസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ കടലാസ് ഇല്ലാത്തത് കൊണ്ട് അനധികൃത ഭൂമിയായി മനസ്സിലാക്കുകയും സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് ഇതിലുള്ള ഒരു വലിയ സംഗതിയാണ്. ബൈ യൂസ് എന്ന് പറയുന്ന വഖഫിലെ സംഗതി ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ എത്രയോ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വഖഫായത്, അതൊക്കെ ഒഴിവാക്കപ്പെട്ടു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് തോന്നുന്നു ആ നല്ല കാര്യം തന്നെയല്ലേ, മുസ്ലിങ്ങൾക്ക് ഉള്ള പറ്റുള്ളല്ലോ. അത് എന്നാൽ അതല്ല. കാരണം ഈ പറഞ്ഞ പാടികൾ, വയനാട്ടിൽ നമ്മൾ പാടികൾ കണ്ടില്ല, തേയിലത്തോട്ടങ്ങളൊക്കെ. അപ്പം അവിടെ ടാറ്റ, ബിർള, ഇവരുടെയൊക്കെ എസ്റ്റേറ്റുകളൊക്കെ ഉണ്ട്.
ഓലവിടെ പണിക്കാർക്ക് അമ്പലം കൊടുത്തിട്ടുണ്ട്, ചർച്ച കൊടുത്തിട്ടുണ്ട്, പള്ളി കൊടുത്തിട്ടുണ്ട്. ആ പള്ളിയായിട്ട് തുടർന്ന് വരും. പക്ഷേ ഇയാൾ ഇസ്ലാം സ്വീകരിക്കാത്ത ആളായതുകൊണ്ട് അയാൾ കൊടുത്തത് ഇനി മുതൽ വഖഫാവില്ല. ഇനി മുസ്ലിം എന്നാണെങ്കിലും 5 കൊല്ലത്തെ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. അപ്പൊ ഞാൻ ഒരു മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇത് കൊടുത്താൽ നിങ്ങൾ 5 കൊല്ലത്തെ പ്രാക്ടീസിങ് മുസ്ലിം ആണെന്ന് ആര് സർട്ടിഫിക്കറ്റ് വരും? 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് റമദാനിൽ നോമ്പ് വെച്ചിക്കണ്, ഹജ്ജ് ചെയ്യാൻ പൈസ ചെയ്തതിന് നല്ല സർട്ടിഫിക്കറ്റ് ആരോ കൊടുക്കുമോ? അപ്പൊ പ്രാക്ടീസിങ് മുസ്ലിം ആരാണെന്ന് മനസ്സിലാവില്ല. എന്നാൽ വഖഫ് ചെയ്യണമെങ്കിൽ ഇത്രത്തോളം മുഅ്മിനാവണമെന്ന് തീരുമാനിച്ച അതേ നിയമം തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ മുസ്ലിം ആയിക്കോണമെന്നില്ല എന്നാണ് വെച്ചത് വഖഫ് ബോർഡ്. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ആയിട്ട് ഭരണകൂടം പോവും, സമരങ്ങൾ ഉണ്ടാവും, അപ്പൊ ആളെ കൊല്ലും, വെടിവെപ്പ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ദിക്റും ദുആയൊക്കെ അപ്പോഴും നിലനിൽക്കും. നമ്മളെ ഖുർആൻ പാരായണത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആ ഖുർആൻ പാരായണം ഇനി പള്ളിക്കൊന്നും വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കപ്പെടും. നിങ്ങളുടെ വീടിന്റെ മുകളിൽ നിങ്ങൾ പെരുന്നാൾ നിസ്കരിക്കരുതും പറഞ്ഞില്ലേ? ഇക്കൊല്ലം പറഞ്ഞില്ലേ? നിങ്ങള് പള്ളി ടാർപ്പായിട്ട് മൂടണം എന്ന് പറഞ്ഞ് മൂടിച്ചില്ലേ? അപ്പോ ഇനി പിന്നെ എങ്ങോട്ടാ ഇപ്പം ഇത് വരേണ്ടത്? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ നമ്മുടെ വഴി കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ഇത്തരം അന്യായങ്ങളോടും അനീതികളോടും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സന്മനസ്സുള്ള സമുദായത്തിന് പുറത്തുള്ള മനുഷ്യന്മാരെ കൂടി ചേർത്ത് നിർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയുണ്ടാവും. നമ്മളെ പൗരത്വ പ്രക്ഷോഭമൊക്കെ പോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒന്നിപ്പിച്ച്, കാരണം ഇത് രാജ്യത്തിന് മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണല്ലോ, മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കേണ്ടി. കാരണം താവൂത്താണ് രാജ്യം ഭരിക്കുന്നത്. താവൂത്ത് എന്ന് പറയുമ്പോൾ ഇതെന്തെല്ലാം പറയണമെന്ന് വിചാരിക്കേണ്ട. താവൂത്ത് നമ്മുടെ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്? സ്വയം അതിക്രമിയാവുകയും മറ്റുള്ളവരെ അതിക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നഹു തഗാ, താവൂത്ത് എന്ന് പറയും. അത് വ്യക്തിയാവാം, ആശയമാകാം, ഭരണകൂടമാകാം, സാക്ഷാൽ ശൈത്താനാകാം, നമ്മളെ ഉള്ളിൽ തന്നെ ഉള്ളതാവാം. ഇതൊക്കെ താവൂത്താണ്. അള്ളാഹുവിന്റെ ഇഷ്ടവും ഇംഗിതവും നടപ്പിലാക്കുന്ന അവസ്ഥക്കെതിരെ നിൽക്കുന്നവർ ആരൊക്കെയുണ്ടോ അതൊക്കെ താവൂത്താണ്. വജ്തനിബു താവൂത്ത്, നിങ്ങൾ ആ താവൂത്തിനെ വെടിയണം എന്ന് ഖുർആൻ പറയുന്നു. ഏതായാലും നമ്രൂദ് അതുകൊണ്ടാണ് ഞാനാണ് ഉദിപ്പിക്കുന്നത് എന്ന് പറയാതിരുന്നത്. നമ്രൂദിന് അറിയാം സൂര്യചന്ദ്രാദികളുടെ മേലൊന്നും എനിക്ക് കഴിയൊന്നുമില്ല, പക്ഷേ ഉള്ള നാട്ടിൽ ഞാൻ എൻ്റെ ഇഷ്ടം നടപ്പിലാക്കും എന്ന് തീരുമാനിച്ചു. ഒരു നബി ഈ ഭരണാധികാരിയോട് നിങ്ങൾ ഏതായാലും ഒരു കാര്യം ചെയ്യും, എനിക്കും എൻ്റെ കൂടെ വിശ്വസിച്ച ആൾക്കാർക്കും കൂടി ജീവിച്ചു പോകാനുള്ള ഒരു പള്ളിയും ഒരു യത്തീംഖാനയും ഒക്കെ തന്നാളി എന്ന് പറയുന്നതിന് പകരം ആ നമ്രൂദിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഫിറഔന്റെ അടുത്ത് പോയിട്ട് മൂസാ നബി പറഞ്ഞത് നമുക്ക് സാമ്യക്ക് സ്ഥലം തരണം എന്നല്ല, ഈ സമൂഹത്തിന്റെ കൂടെ വിട്ടുതരണം എന്നാണ്. അങ്ങനെ വിട്ടുതരണം എന്ന് പറയാൻ ഉള്ള ആർജവം ഉണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാനുള്ള ശേഷി, കഴിവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ അവർ പഠിച്ച ഡ്രൈവിങ്ങും അവരെടുത്ത ലൈസൻസും അനുസരിച്ച് അവർ ഓടിക്കുകയാണ്. ആ പോണത് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കി ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി രണ്ടാമതൊരു ഉദാഹരണത്തിലേക്കാണ് അടുത്ത ആയത്ത് പ്രവേശിക്കുന്നത്. ഈ പറഞ്ഞ ആയത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും അവന്റെ കൽപ്പനാധികാരവും ആണ് പ്രതിപാദിച്ചതെങ്കിൽ അടുത്തത് പരലോകവുമായി ബന്ധപ്പെട്ട തെളിവ് നൽകുന്ന ഉദാഹരണത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.